കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ നാട്ടിലെത്താൻ പറ്റാത്ത പ്രവാസികൾ നിരവധി പേരുണ്ട്. ഏതാണ്ട് 2,23,000-ഓളം പ്രവാസികൾ വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ പോലും പകുതിയോളം പേർക്ക് പോലും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതിൻ്റെ സങ്കടങ്ങൾ നമ്മളോട് ഇവർ തന്നെ പറയും. ദുബായിൽ നിന്നാണ് ചേരുന്നത്. എവിടെയാണ് നാട്ടിൽ, ഏത് മണ്ഡലത്തിലെ പേരെന്താണ്? എൻ്റെ പേര് അൻവർ. ഞാൻ പെരിന്തൽമണ്ണ മണ്ഡലമാണ്. ഞാൻ ആക്ച്വലി നമ്മൾ കുടുംബത്തോട് കൂടിയിട്ട് 25-ാം തീയതി പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തതായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ് ക്യാൻസലായി. അതുപോലെ തന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയും എല്ലാം ഉള്ളത് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മളെ മണ്ഡലത്തിലെ പോയിട്ട് വോട്ട് ചെയ്യണമെന്നുണ്ട്. നാട്ടിലെ ഏത് മണ്ഡലത്തിലാണ്? ഞാൻ കുന്നമംഗലം മണ്ഡലത്തിലാണ്. പി ടി റഹീമാണ് അവിടെ സ്ഥാനാർത്ഥി. ഇപ്രാവശ്യം പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആർക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ചെങ്ങനെ എത്തുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. കുന്നമംഗലത്ത് തന്നെയാണ്? കുന്നമംഗലത്ത് തന്നെയാണ്. പി ടി റഹീമാണ്. നമ്മളെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും സംഭവങ്ങളെല്ലാം മാറി നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നൊരു എന്തൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 9-ാം തീയതി ആണ് ഞങ്ങൾക്ക്. 8-ാം തീയതി പോയാലും വോട്ട് സമർപ്പിക്കാം. പെരിന്തൽമണ്ണയാണ്. മുഹമ്മദ് അനീഫാണ്. നമ്മളും ഇതേപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പോയാലും തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടും ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മളിപ്പോൾ പോകാൻ പറ്റാത്തൊരു ഇതിലാണ്. നല്ല സങ്കടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിലാണെങ്കിൽ പോവാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ വരാൻ ഭയങ്കര ടിക്കറ്റ് ഫെയറാണ്. അപ്പം അതിൻ്റെതായ ഒരു വിഷമം നന്നായിട്ടുണ്ട്. ജൻസി വോട്ടുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് അല്ലേ? ഞാൻ ആക്ച്വലി ഫസ്റ്റ് വോട്ട് ചെയ്തത് PPE കിറ്റൊക്കെ ഇട്ടായിരുന്നു. കാരണം ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റാത്തതിലെല്ലാം സങ്കടമുണ്ട്. എവിടെ? നാട്ടിലെവിടെ? കോഴിക്കോട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്ന? ചെറുതായിട്ട് അച്ഛൻ കാണും. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ പറ്റിയിട്ടില്ല. നിലവിലെ സാഹചര്യം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല? പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്യാമറാമാൻ മുഷീർ കൊടിയിലൊപ്പം സുരേഷ് ഒളിമിറ്റം, മാതൃഭൂമി ന്യൂസ്.